അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. കൈയൊക്കെ പൊള്ളണം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടാണ്, ഈറോഡ് മാർക്കറ്റിലാണ്. ഈറോഡ് മാർക്കറ്റിൽ ഞാൻ ഇന്ന് വെളുപ്പിന് ഏകദേശം ഒരു 2 മണിയായപ്പോൾ വന്നതാണ്. അപ്പോൾ എൻ്റെ 2 വീലർ അവിടെ പാലക്കാട് വെച്ചിട്ട് പാലക്കാട് നിന്ന് ഞാൻ അവരുടെ വണ്ടിക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ തിരിച്ചു പോണത് വലിയൊരു ഐശ്വറിലാണ്, അതായത് പാലക്കാട് ക്ഷീര ഡയറി ഫാമിലേക്കുള്ള പശുക്കളെ കൊണ്ടുപോകുന്ന വണ്ടിയിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കുമാരണ്ണനാണ്, അദ്ദേഹമാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈറോഡ് മാർക്കറ്റിനെ കുറച്ച് കാഴ്ച കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ യാത്രയുടെ കുറച്ച് കാഴ്ച ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ യാത്ര ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സാധാരണ നമ്മുടെ ഫാമിംഗ് വീഡിയോയ്ക്കെല്ലാം സിനോബി ഉണ്ടാകും, പക്ഷേ അത് ഫാമിംഗ് വീഡിയോയ്ക്കാണ്. ഇതിപ്പോൾ സെയിൽ വീഡിയോ ആണ്, അതായത് മറ്റു പശുക്കളെ വിൽക്കുന്നത് കാണിക്കുന്ന അല്ലെങ്കിൽ വിൽക്കാനുള്ള പശുക്കളെ കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനൊന്നും ഞാൻ സിനോബിനെ കൊണ്ടുപോകാറില്ല. സിനോബിൻ കുട്ടിയും അവിടെ നാട്ടിലാണ്. ഇത്തരത്തിലുള്ള യാത്രകൾ ഇതിപ്പോൾ എനിക്ക് ആദ്യമല്ല. ഒന്നാമത്തെ ഇതിപ്പോൾ കർണാടക വരെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്, അതായത് എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ കർണാടക വരെ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് ഇപ്പോൾ പലയിടത്തായിട്ട്, ഇതിപ്പോൾ ഈറോഡ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തമിഴ്നാടിൻ്റെ അങ്ങേറ്റത്ത് ഒസൂർ വരെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് പൊള്ളാച്ചി സൈഡ് യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. അതായത് പല ടൈപ്പിലുള്ള ആളുകൾ, നമ്മൾ ഇതുവരെ കാണാത്ത ആളുകൾ, പിന്നെ അവരുടെ ആ രീതികൾ, പ്രത്യേകിച്ച് അവിടുത്തെ ഫുഡ് കൾച്ചർ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കർണാടകയിൽ ചെന്നിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഒസൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കല പോലത്തെ പ്ലേറ്റാണ്. ശരിക്കും തേക്കല കൊണ്ട് ശരിക്കും പ്ലേറ്റ് ഉണ്ടാക്കി വെച്ചേക്കണം, അടിപൊളിയാണ്. നമ്മൾ അതൊക്കെ കാണുമ്പോൾ ആ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും മഞ്ഞ കളർ ചോറൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു മന്തിയുടെ ടേസ്റ്റിലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടും. പ്രത്യേകിച്ച് നല്ല പക്ക ഒറിജിനൽ ഫ്രൂട്ട്സ് കിട്ടും. പ്രത്യേകിച്ച് ഫ്രൂട്ട് കട്ടിങ്സ് കിട്ടും. വലിയൊരു തണ്ണിമത്തം മൊത്തം നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഒരു നേരത്തേക്ക് കുറച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മതി. അപ്പോൾ അങ്ങനെ കട്ടിങ്സ് കിട്ടും, ഫ്രൂട്ട് കട്ടിങ്സ് ഇഷ്ടംപോലെ കിട്ടും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കാണുന്ന കൊണ്ട് ആ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഇതും ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ, അതായത് കുറേ കടകൾ ഇങ്ങനെ തിങ്ങി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതും ശരിക്കും ഈറോഡ് തന്നെയാണ്. ഈറോഡ് നമ്മൾ വിട്ടു പോന്നിട്ടില്ല, ഈറോഡ് തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു അമ്പലം കണ്ടു കേട്ടോ, നല്ല വലിയൊരു അമ്പലം കണ്ടോളൂ. അത്യാവശ്യം കൊള്ളാവുന്നൊരു അമ്പലമാണ്, കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോണ കാഴ്ച എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണിതാ ഇപ്പോൾ കണ്ടുപോലെ കാളവണ്ടി, അതായത് ചന്തയിൽ ഉപയോഗിക്കുന്ന കാളവണ്ടീനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ പിന്നെ കാളവണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് കാരണം മീൻ മാർക്കറ്റാണ്. എങ്ങനെയുണ്ട് ഈ കാണുന്ന കടയിലുണ്ട്, ആ കാണുന്ന ഉന്തുവണ്ടിയിൽ ഇഷ്ടംപോലെ പൊരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ചെറിയ ഉന്തുവണ്ടി. ഇതുപോലെ ഇഷ്ടം പോലെ ചെറിയൊരു കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ഈ റോഡ് സൈഡിൽ കാണാം. ഇത് ചെറിയ രീതിയിൽ ഇതുപോലെ കരിക്ക് വിറ്റ് ജീവിക്കുന്ന, അല്ലെങ്കിൽ പൊരി വിറ്റ് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഫ്രൂട്ട് കട്ടിങ്സ് വിറ്റ് ജീവിക്കുന്ന, മീൻ മാത്രം ഫ്രൈ ചെയ്ത് കൊടുത്ത് ജീവിക്കുന്ന, അത്തരത്തിലൊക്കെ ജീവിതമാർഗം ഉണ്ടാക്കി എന്താ പറയുക കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് സംഭാരമാണ്. സംഭാരം റോഡ് സൈഡിൽ ഇരുന്ന് ബാഗും മറ്റു സാധനങ്ങളും എല്ലാം ആ തയ്യൽ മെഷീനിൽ തയ്ക്കുന്നുണ്ടോ. ഈ കാണുന്ന റൂഫ് കണ്ടോ, ഇതിപ്പോൾ താൽക്കാലികമായിട്ട് കെട്ടിയാണോ, എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കാണുന്നത് NH ആണ്. NH തണുപ്പ് കിട്ടാവുന്ന രീതിയിൽ അവിടെ റൂഫ് പണിതേക്കാണ്. ഇവിടെ അമ്പലം പോലെ എന്തോ അമ്പലമാണ് അവിടെ. ആ അമ്പലത്തിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് ഈ കാണുന്ന റൂഫൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ആ അമ്പലത്തോട് ചേർന്ന് റോഡ് സൈഡിലായിട്ട് ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കളിപ്പാട്ടങ്ങൾ, ഫുഡ് ഇതൊക്കെ ആയിട്ടുള്ള. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ഇതുപോലെ ഇഷ്ടംപോലെ ഫ്ലൈ ഓവറുകളുണ്ട് നമ്മുടെ ഈ തമിഴ്നാട് എന്താ പറയുക ഹൈവേ, സ്റ്റേറ്റ് ഹൈവേയോടൊപ്പം ഇഷ്ടംപോലെ ഫ്ലൈ ഓവറുകളുണ്ട്. പലയിടത്തും ഫ്ലൈ ഓവർ തന്നെ കുറച്ച് ഒരു 1-2 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് വലിയ നീട്ടമുള്ള നല്ല വീതിയുള്ള ഫ്ലൈ ഓവറുകളുണ്ട്. ആ കാണുന്ന ഫ്ലൈ ഓവർ കരൂര് പോകുന്നതാണ്. നമ്മളിപ്പോൾ നേരെ കോയമ്പത്തൂർ പോകണം കേട്ടോ. കോയമ്പത്തൂർ പോയിട്ട് ആണ് നേരെ പാലക്കാട് പോകണം. ശരിക്കും ഇത്തരത്തിലുള്ള യാത്രകൾ, അതായത് ഞാൻ ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം അടുത്ത 2 സ്റ്റേറ്റുകളിലോട്ട് ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റിലും അത്യാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഉള്ളൊരു ഗുണം, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരും. കാരണം നമ്മൾ ഇതുവരെ കേട്ടിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന് മനസ്സിലാവും. പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്ന അയ്യോ തമിഴ്നാട് ഭയങ്കര പാവപ്പെട്ടവരാണ്, പക്ഷെ അങ്ങനെയല്ല. ഇവിടെയൊക്കെ ഭയങ്കര കോടീശ്വരന്മാരുണ്ട്. പ്രത്യേകിച്ച് സെൻറ്റിന്, ഇവിടുത്തെ ഭൂമിക്ക് സെൻറ്റിന്
വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അമ്മാതിരി, അതായത് ഓരോരുത്തരുടെ അടുത്ത് 4 സെൻറ്റ് 5 സെൻറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒറ്റ സെൻറ്റിന് തന്നെ 25-26 ലക്ഷം രൂപയൊക്കെയാണ്. ഏതാണ്ട് സിറ്റിക്ക് അടുത്ത്, സിറ്റിയിലല്ല സിറ്റിക്ക് അടുത്ത് പോലും റെസിഡൻസ് ഏരിയയ്ക്ക് ഇവർ വാങ്ങുന്നത്. അത്രയ്ക്ക് റേറ്റുള്ള സ്ഥലങ്ങളാണ് ഇവിടെ തമിഴ്നാട് ഏറ്റവും കൂടുതലുള്ളത്. എന്നിട്ടും അത് വാങ്ങാൻ പോലും സാധാരണക്കാരന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും അധ്വാനിക്കുന്ന ജനമാണ്. ഭയങ്കരമായിട്ട് അധ്വാനിക്കും. അധ്വാനം എന്ന് പറഞ്ഞാൽ ഇവർ അധ്വാനിക്കുന്ന പോലെ മറ്റാരും അധ്വാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറുന്നത്. എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുന്ന ആ കടയുടെ കാര്യങ്ങൾ കാണിച്ചത് കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. അപ്പം പിന്നെ ഞാനത് മൈക്കൊന്നും അവിടെ കൊണ്ടുപോയില്ല, ജസ്റ്റ് ഫോൺ മാത്രമേ കൊണ്ടുപോയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹോട്ടലിൻ്റെ പേര് ഗൗണ്ടർ മെസ് എന്നാണ്. അപ്പോൾ ഞാനും കുമാരേട്ടനും ഫുഡ് കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരള സ്റ്റൈലല്ല, തമിഴ്നാട് സ്റ്റൈലാണ്. അതും പ്രത്യേകിച്ച് ഈ മല്ലിയില നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. കട്ടത്തൈരിൽ നല്ല സവാള നന്നായിട്ട് കൊത്തിയരിച്ച് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക സള്ളാസ്. പിന്നെ ചിക്കൻ ഒരു ലെഗ് പീസും തന്നു. മല്ലിയിലൊക്കെ നമ്മൾ അരച്ച് ശരിക്കും ചോറ് ചേർത്തിട്ടുണ്ട്. എന്താ ശരീരത്തിൽ നല്ലതാ. പിന്നെ ആ ഒരു ടേസ്റ്റ് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തമിഴ്നാട് പോകുമ്പോഴൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ ചിക്കൻ ബിരിയാണി ആണ്, അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി ആണ് കഴിക്കാറ്. അതൊക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ്. ചിലർക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. പിന്നെ ഫസ്റ്റ് ഒന്നും എനിക്ക് ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലായിരുന്നു പണ്ടൊക്കെ. ഏകദേശം ഞാൻ തമിഴ്നാട് വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി. 1.5 വർഷത്തിൻ്റെ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊന്നും എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു. ഈ ഒരു ബിരിയാണിക്ക് ഇവിടെ റേറ്റ് വന്നത് ഇപ്പോൾ 170 രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി കേട്ടോ. നല്ല പ്രസൻറ്റേഷനാണ്. അതായത് വാഴല വിരിച്ച് നമ്മളതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തളിച്ചിട്ട് വാഴല ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് ആ ഒരു ബിരിയാണി ചെറിയൊരു പാത്രത്തിൽ കൊണ്ടുതരിക. എന്നിട്ട് അത് നമ്മൾ തന്നെ അത് ഇട്ട് കഴിക്കാം. അത് കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിശപ്പ് മാറാനുള്ള കൃത്യം ബിരിയാണിയുണ്ട്. അത് കൂടുതലുമല്ല, ബാക്കി വയ്ക്കുന്നുള്ള ആ ഒരു ഇതില്ല, എന്നാൽ കുറഞ്ഞു പോയി എന്നുള്ള ആ ഒരു എന്താ പറയുക അത്തരത്തിലൊരു സംഭവമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റോഡൊക്കെ കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോയി. ഇനി കോവയ്ക്ക് ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ ഉണ്ട്. അതായത് കോയമ്പത്തൂർ പോകണ വഴിക്കട്ടോ. അപ്പോൾ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് 52 കിലോമീറ്ററേ ഉള്ളൂ. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വാളയാർ കൂടി പോണേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ, പ്രത്യേകിച്ച് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കാറിന് വന്നേ. അപ്പോൾ വാളയാർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ചെക്കിങ് ഉണ്ടായിരുന്നു. എൻ്റെ ബാഗ് പരിശോധിച്ചു. കാറിന് ഇറക്കിയില്ല, പക്ഷെ ബാഗ് നന്നായിട്ട് പരിശോധിച്ചു. ബാഗിൻ്റെ അകത്ത് എന്താണെന്ന് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ തുറന്ന് ചോദിച്ചു. കാരണം വെച്ചാൽ ഇപ്പം ഇലക്ഷൻ പ്രമാണിച്ച് പൈസ ഒന്നും അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ പൈസ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള ചെക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു, നന്നായിട്ട് ചെക്ക് ചെയ്തു. ആ കാറും ചെക്ക് ചെയ്തു. തിരിച്ചു പോകുമ്പോഴും ചിലപ്പോൾ ചെക്കിങ് ഉണ്ടാവും. ഈ കാണുന്ന വാട്ടർ ബോട്ടിലല്ലേ, ഞാൻ അവിടെ ഈറോഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഈ കാണുന്ന വാട്ടർ ബോട്ടിൽ. പക്ഷേ ഈറോഡ് മാർക്കറ്റിൽ നിന്ന് ഞാൻ വേറെയും 2 എണ്ണം വാങ്ങിച്ചിരുന്നു. അതായത് കാലത്ത് ഞാൻ വെളുപ്പിനവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഒരു ബോട്ടിൽ വാങ്ങിച്ചിരുന്നു. അത് സാധാരണ ഞാൻ ചായ കുടിക്കാറുള്ള ചേച്ചിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. അവിടുന്ന് 2 തവണ വാങ്ങിച്ചു. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. ഞാനുണ്ട് അവിടുന്ന് പോരാൻ നേരത്ത് ഇതുവരെ കയറാത്ത ഒരു ചായക്കട കയറിയിട്ട് ഈ ബോട്ടിൽ വാങ്ങിച്ചു. ഈ ബോട്ടിൽ സാധാരണ 20 രൂപ അവിടുന്ന് വാങ്ങാറ്. പക്ഷെ ആ ഒരു കടയിൽ നിന്ന് എൻ്റെ അടുത്ത് 25 രൂപ വാങ്ങിച്ചു. അപ്പം ഞാൻ ചോദിച്ചത് 25 എന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പോൾ വില കൂടി. എൻ്റെ അടുത്തുനിന്ന് ഭയങ്കര റേറ്റ് വാങ്ങണം. അതുകൊണ്ട് 25 രൂപ ആണ് ഈ ഒരു ബോട്ടിൽ എന്ന് പറയും. 25 രൂപയുടെ വാട്ടർ ബോട്ടിലേക്കാണ്. ഇതുപോലെ ഫ്ലൈ ഓവറുകൾ എന്ന് പറഞ്ഞത് ഇപ്പം രണ്ടാമതൊരു ഫ്ലൈ ഓവറിൽ, രണ്ടാമതൊന്നല്ല, ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. ഇത്തരത്തിൽ ഫ്ലൈ ഓവറുകൾ ഇവിടെ ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ബ്ലോക്കില്ല. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഒട്ടും ബ്ലോക്കില്ലാതെ ഇങ്ങനെ വണ്ടികൾ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഈ ഫ്ലൈ ഓവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ബ്ലോക്ക് വരണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രോസ് റോഡ് താഴെ കൂടെ പോകുന്നുണ്ട്. ശരിക്കും ആ ഫ്ലൈ ഓവർ ഇല്ലെങ്കിൽ ആ റോഡിനെ ക്രോസ് ചെയ്താണ് നമ്മൾ പോകാൻ. അത് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പോയി എന്തായാലും അത് ഇവിടെ ഒരു ടോള് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ ടോൾ റോഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഈ NH-A1 വെൽക്കംസ് എന്ന് എഴുതിയിട്ടുണ്ട് ആ റോഡിൽ. പിന്നെ തമിഴ്നാട് സംബന്ധിച്ച് ഇത്രയും നല്ല സൂപ്പർ റോഡുകളുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇത് വ്യാവസായിക വിപ്ലവം നടന്നിട്ടുള്ളതിൽ സക്സസ്ഫുള്ളി നടന്നിട്ടുള്ള ചുരുക്കം ചില സ്റ്റേറ്റുകളിൽ ഒന്നാണ് നമ്മുടെ തമിഴ്നാട്. കോയമ്പത്തൂർക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പലപ്പോഴും നമ്മൾ കേരളത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോകാറ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പ്രത്യേകത, ഒരു ബ്ലോക്ക് എന്നൊരു സാധനമില്ല. എനിക്കിപ്പോൾ കാണിച്ചത്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന NH-A1 ആണ്.
ഇവിടെയൊക്കെ ഒരു തരത്തിലുള്ള ബ്ലോക്ക് ഇത്ര സമയമായിട്ട് ഉണ്ടായിട്ടില്ല. ഇതും പ്രത്യേകിച്ച് നല്ല വണ്ടിയുള്ള സമയങ്ങളാണ്, കാലത്താണ്. എന്നിട്ടും ഒരു ബ്ലോക്കും ഇല്ല. അതിന് കാരണം ഇത്രയും നല്ല റോഡുകളാണ്. ഇപ്പോൾ ഇത്ര സമയം ഈ റോഡിൽ യാതൊരു വിധത്തിലുള്ള ബ്ലോക്ക് ഉണ്ടായില്ല, പക്ഷെ ഇപ്പോൾ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ കാണുന്ന ആ റോഡിൻ്റെ സൈഡിൽ അവിടെ എന്തോ പണിയുണ്ട് കേട്ടോ. ആ ഒരു റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൂടുതൽ ടൈലിൻ്റെ ഫാക്ടറികൾ അവിടെ ഏറ്റവും കൂടുതലുള്ളത്. കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചു തന്ന ആ ഒരു ഫാക്ടറി പോലെ തന്നെയായിട്ട് കുറച്ചുകൂടി വലിയ ഒരെണ്ണം. പിന്നെ റൈറ്റ് സൈഡിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ മാത്രം കാഴ്ച കാണിക്കണേ. ഇതമ്മോ, ഇത്രയും വലിയ ടൈൽ ഫാക്ടറി അല്ലെങ്കിൽ ടൈൽ എന്താ പറയുക സ്റ്റുഡിയോ അല്ലേ, അത് നമ്മുടെ നാട്ടിലുണ്ടോ? ഇതിപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ട്. ഏകദേശം ഒരു 11 മണി വരെയാണ് ഷൂട്ട്. പിന്നെ ഫുഡ് കഴിച്ച് വണ്ടി കയറി കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ പോകുന്നത് ഒരു ഗ്യാസ് വണ്ടിയാണ്, കണ്ടല്ലേ? പെട്ടെന്ന് ഈ ഒരു ഗ്യാസ് വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നിനോട് കാര്യം ഓർമ്മ, ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ലല്ലോ. എനിക്ക് തോന്നണേ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടും OTP വരികയോ അല്ലെങ്കിൽ ബില്ല് വരികയോ ഒന്നും ചെയ്യുന്നില്ല, പ്രോസസ്സിങ്ങിലാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ടോൾ ബൂത്ത് ഇതാണ്. ഇതിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് വരുന്ന ടോൾ ബൂത്താണ്. അപ്പോൾ മിക്കവാറും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് പിടിക്കുന്ന സാധ്യത. ചെങ്കപ്പള്ളി ടോൾ വേസ്. ഈ കാണുന്നത് നമ്മുടെ ടോൾ കൊടുക്കാനുള്ള സാധനമാണ്, ഫാസ്റ്റാഗാണ്. നമ്മുടെ കാറിൽ വന്നപ്പോഴാണ് ഇതെന്തിനാ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ വേറെ കാര്യം പറയാനുണ്ടോ, കേരളം എന്ന പേര് പറയാൻ കാരണം എന്താ, ഇത്തരത്തിലുള്ള തെങ്ങുകളുള്ളതുകൊണ്ട്. പക്ഷേ ഇത് കേരളത്തിലല്ല, തമിഴ്നാടാണ് നമ്മൾ കാണുന്നത്. പൊള്ളാച്ചി കഴിഞ്ഞ് ഉടുമ്പൽപേട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തെങ്ങിൻ തോപ്പുകൾ 1000-2000 തെങ്ങൊക്കെ ഉള്ള വലിയ വലിയ തെങ്ങിൻ തോപ്പുകൾ കാണാൻ സാധിക്കും. കേരളത്തിലേക്ക് ആവശ്യമുള്ള തേങ്ങ, കരിക്ക്, ഇതൊക്കെ നമ്മുടെ ഈ സ്റ്റേറ്റിൽ തന്നെയാണ്. എങ്ങനെയുണ്ട്? ലോങ് വെഹിക്കിൾ എന്നാണ് അത് എഴുതി വെച്ചത്. പക്ഷേ ഇതെന്താണ് സ്പെല്ലിങ് വെച്ച് കഴിഞ്ഞാൽ CLE ആണ്, പക്ഷേ എല്ലില്ല. ഇപ്പം നമ്മൾ കോയമ്പത്തൂർ ആ ഒരു സിറ്റി കയറേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്കൊരു 55 കിലോമീറ്ററേ ഉള്ളൂ പാലക്കാട് ജംഗ്ഷനിലോട്ട്. അതായത് വാളയാർക്കല്ല, പാലക്കാട് ജംഗ്ഷനിലോട്ട്. വാളയാർ എത്താൻ ഇനി ചിലപ്പോൾ ഒരു 25, മാക്സിമം ഒരു 30 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഒരു ചേട്ടന് ഈ കാണുന്ന സിഗ്നലിൽ കൊണ്ട് നടന്ന് വിൽക്കണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചാണ്. ഈ കാണുന്ന പൈനാപ്പിളിന് 20 രൂപയാണ്. ഇച്ചിരി മസാലയൊക്കെ ഇടണം കേട്ടോ, അങ്ങനെ കഴിച്ചോട്ടെ. വേറെ ഓക്കെ, കൊള്ളാം. നല്ല സംഭവത്തിന് മധുരമുണ്ട്, കൊള്ളാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയാ, തമിഴ്നാട് വന്നാൽ ഇതാണ് ഗുണം. ഫ്രൂട്ട് കട്ടിങ്സ് ഇങ്ങനെ കിട്ടും ഇഷ്ടംപോലെ കിട്ടും. അതിപ്പം തണ്ണിമത്തനൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ബ്ലോക്ക് ചെയ്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ വാളയാർ എത്താൻ ഇനി ഒരു 20 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന ഈറോഡ് മാർക്കറ്റ് മുതൽ വാളയാർ വരെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ഉണ്ട്. അതായത് പോലീസുകാർ ഇങ്ങനെ ചില ജീപ്പുകളിലായിട്ട് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കിടക്കും. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഭയങ്കര ഇതാണ്, അതായത് ലൈഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ്. ലൈഫ് സ്റ്റോക്കിന് കൊണ്ടുപോകണമല്ലോ, ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. ഇതിൽ പോലീസുകാർ ചെക്കിങ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് വാളയാർ എത്തുമ്പോൾ ഒരു ചെക്കിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചെക്ക് ചെയ്ത പോലെ ചിലപ്പോൾ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, കാരണം ഇലക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടല്ലോ. 50,000 രൂപ മുകളിലാണെന്നാണ് ഒരാൾ പറഞ്ഞത്, പക്ഷെ മറ്റൊരാൾ പറഞ്ഞ് 2 ലക്ഷം പറഞ്ഞു. അതേതാണ് വ്യക്തമെന്ന് എനിക്കറിയില്ല. പക്ഷേ 50,000 മുകളിലായിരിക്കും ചിലപ്പോൾ. 50,000 രൂപ മുകളിൽ നമ്മൾ ഫിസിക്കൽ മണി മറ്റു സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ കണക്കും കാര്യമൊക്കെ കാണിച്ചാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. ഈ ഒരു പ്രോട്ടോകോൾ ടൈം കഴിയണ വരെ ബാങ്കിൽ നിന്ന് 50,000 രൂപ മുകളിൽ അങ്ങോട്ട് വിഡ്രോ ചെയ്യണമെങ്കിലും നമ്മുടെ പ്രസ്താവന കൊടുക്കണം, അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലിങ്ങനെ പൈസ കൈ പിടിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് പേര് പശുവിനെ വാങ്ങാൻ വരില്ല. കാരണം അവർക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോലീസ് കൊണ്ടുപോകും, പിന്നെ അത് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പാടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കഴിയണ വരെ, അതിൻ്റെ ഒരു പ്രോട്ടോകോൾ ടൈം കഴിയണ വരെ ഇത്തരത്തിലുള്ള പല കച്ചവടങ്ങളും ഒന്ന് ഡിമ്മാവും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചധികം മലനിരകളാണ്.
ഈ കാണുന്ന മലനിരകൾ കാണുന്നതിന്റെ സൂചന അതായത് നമ്മൾ കേരളം എത്താറായി എന്നാണ് കേട്ടോ. ഇത്ര നേരം മലനിരകളൊന്നും ഉണ്ടായില്ല. തമിഴ്നാട്ടിലാണെങ്കിൽ ഉണ്ട്, അതായത് ഉടുമൽപേട്ട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, മറ്റു കുറച്ച് ഏരിയകളുണ്ട്. പാലക്കാട് എൻട്രി ചെയ്യാൻ പോണ് എന്നുള്ളതിന് അർത്ഥമാണ്. ഞാൻ ഇത്ര നേരം സഞ്ചരിച്ച വണ്ടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇതൊരു ഐശ്വര്യ വണ്ടിയാണ്, ഇതില് മാടുകളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഓണറാണ് ഇദ്ദേഹത്തിന്റെ പേര് കുമാർ എന്നാണ്. സാധാരണ ഇതിലൊരു ഡ്രൈവർ ഉണ്ട്, ആ ചേട്ടനൊന്നും വന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് വണ്ടിയുടെ ഓണറായ കുമാരേട്ടൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ നേരെ നമ്മളിപ്പോ വാളയാറാവാറായിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, അവിടുന്ന് ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പാലക്കാട്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേക എക്സ്പീരിയൻസ് സാധാരണ ബസ്സിലും കാറിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യണ പോലെയല്ല, കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു ബോർഡ് വരുന്നുണ്ട്, പാലക്കാട് എത്ര കിലോമീറ്റർ എന്ന് കാണാം കേട്ടോ. ആലപ്പുഴ, എറണാകുളം, അയ്യോ പാലക്കാട് കാണാനില്ല. ഇപ്പോൾ എറണാകുളം 163 കിലോമീറ്റർ. അപ്പോൾ വെൽക്കം ടു കേരള. ഈ കാണുന്നത് വാളയാറാണ്. വാളയാറ് അതിൻ്റെ ആറൊക്കെയാണ് കണ്ട. ഇതൊന്ന് കഴിയിട്ടാണ്ട് ബാക്കി കാണിക്കും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വാളയാർ ചെക്ക് പോസ്റ്റിലാട്ടോ. അതാ ആ കാണുന്ന 2 മാടുവണ്ടി നമ്മുടെയാണ്. അപ്പോൾ അതിന് പേപ്പറൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാ ആ കാണാണ് വാളയാർ നമ്മുടെ കേട്ടോ. ഇതുണ്ട് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഒക്കെ വാളയാർ ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ദിലീപിന്റെ സിനിമയിലാണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ ഒരു സംഭവമായി ബന്ധപ്പെട്ട് റൺവേ അല്ലേ, ആ ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ ബാക്കിൽ കാണുന്നത്. പക്ഷെ അന്നത്തെ പോലെ അല്ല ഇപ്പോൾ GST വന്നതോട് തന്നെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കേരളമായി, ഇനിയിപ്പോൾ കാണിക്കാനൊന്നുമില്ല. ഞാൻ നമ്മുടെ വണ്ടിക്കകത്തിരുന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് എല്ലാം ഒന്നും കാണിക്കാൻ സാധിച്ചിട്ടില്ല. കാണുന്നത് 2ാമത്തെ വണ്ടി കേട്ടോ, ആ കാണുന്ന വണ്ടിയാണ്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഡോറൊക്കെ ശരിക്കും അടച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരൊന്നും അടിച്ചുകൊണ്ട് പോകും, സകലഹാരം അടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഞാൻ വാളയാർ തന്നെ നിൽക്കുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകും നേരെ പാലക്കാട്. ഇവിടുന്ന് ഒരു മാക്സിമം ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നേരെ പാലക്കാട് പോവാം. എന്നിട്ട് ഈ കാണുന്ന പശുക്കളുടെ ഫാമിലെ വീഡിയോ എടുക്കുക. കാരണം ഇത് 2ാമതൊരു ഫാമിൻ്റെ വീഡിയോ കേട്ടോ, ഷീര ഡയറി ഫാം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് പിന്നെ മാക്സിമം ചിലപ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും. 7 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും. അതായത് രാത്രി 10 മണിക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ.